ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ അമേരിക്കൻ അച്ചായൻ മിസ്റ്റർ ട്രംപ് അധികാരത്തിൽ വന്നു. അപ്പം അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, പ്രസിഡന്റ് എലക്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ക്യാമ്പയിൻ സമയത്തും അതുപോലെ തന്നെ ക്യാമ്പയിൻ കഴിഞ്ഞ് എലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷമൊക്കെ പുള്ളിക്കാരൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കെതിരെയും പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കുകയുണ്ടായി. അതായത് പ്രത്യേകിച്ച് ട്രേഡുമായി ബന്ധപ്പെട്ട ട്രേഡ് ടാരിഫ്സ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, വാണിജ്യ നികുതികൾ കൂടുതൽ ചുമത്തും, അല്ലെങ്കിൽ ചൈന, ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം പിന്നെ ശക്തമായിട്ടുള്ള താക്കീതുകൾ നൽകുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ വരുന്ന ആദ്യ ദിവസത്തെ എൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ ചൈനയ്ക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയും അദ്ദേഹം ഒഴിവാക്കിയില്ല എന്നുള്ളൊരു വസ്തുത നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടൈമിലും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് ഒന്നും ഇന്ത്യക്ക് നൽകുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പെട്ടെന്ന് ഇന്നത്തെ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു രാജ്യത്തിനും ഒരു കോംപ്രഹെൻസീവായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഒരു 100% ഒന്നും മറ്റൊരു രാജ്യത്തിനെതിരെ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു പ്രത്യേകിച്ച് ഈ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള ട്രേഡ് നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക്, അതിപ്പോൾ ഇന്ത്യ അമേരിക്ക ആയാലും ശരി, ഇന്ത്യ ചൈന ആയാലും ശരി, അല്ലെങ്കിൽ ഇന്ത്യ ചൈന ആയാലും ശരി, അമേരിക്ക ചൈന ആയാലും ശരി, ഇന്ത്യ ചൈന ആയാലും ശരി, അല്ലെങ്കിൽ അമേരിക്ക ജപ്പാൻ ആയാലും ശരി, ഇന്ത്യ ജപ്പാൻ, അപ്പോൾ ഇതുപോലുള്ള ട്രേഡിംഗ് റിലേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പോൾ ഇന്ത്യ യു എയും തമ്മിൽ നല്ല ട്രേഡിംഗ് റിലേഷനാണ്. അപ്പോൾ ഒരിക്കലും ഇന്ത്യക്ക് പെട്ടെന്ന് ബ്ലൈൻഡായിട്ട് യു എക്കെതിരെ അല്ലെങ്കിൽ യു എക്ക് ഇന്ത്യക്കെതിരെ ഒന്നും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നയ പരിപാടി അല്ലെങ്കിൽ നയ രൂപീകരണം സാധ്യമല്ല പെട്ടെന്ന് ബ്ലൈൻഡായിട്ട്. അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതുപോലെ തീവ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള ശത്രുത ഉണ്ടാണ്. ശത്രുതയുള്ള ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പാകിസ്ഥാന് മേലും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലും പൂർണ്ണമായിട്ടുള്ള ഉപരോധങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏർപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ അല്ലാത്തൊരു കണ്ടീഷനുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള നയങ്ങൾ ഒരു രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യത്തിൻ്റെ മണ്ടയ്ക്ക് ഇന്നത്തെ അവസ്ഥയിൽ പഴയ അമേരിക്കയ്ക്ക് ചെയ്യാമായിരുന്നു. കാരണം ഇന്ന് അമേരിക്കയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്, പലതലത്തിൽ നിന്നുണ്ട്. എസ്പെഷ്യലി ഇക്കണോമിക്കലി, മിലിറ്ററിലി അല്ലെങ്കിൽ തന്നെ ഇക്കണോമിക്കലി അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു നയപരിപാടി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു എന്താ പറയുക പണിഷ്മെൻറ്റ്, ഈ ഇക്കണോമിക് സാങ്ഷൻസ്, ഈ ട്രേഡ് സാങ്ഷൻസ്, അതുപോലെ ടാരിഫ്, ഹൈ ടാരിഫ്സ്, ഇതൊക്കെ അത്ര പെട്ടെന്ന് വിലപ്പോകുന്ന ഒരു തുറപ്പിയിട്ടല്ല എന്നുള്ളത് ഇപ്പോഴത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. മിലിറ്ററിലി അവർ സുപ്പീരിയറാണ്, അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലൊക്കെ അവർ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ സുപ്പീരിയർ ആണെങ്കിൽ തന്നെയും ഇക്കണോമിക്കലി അവർക്ക് അത്ര പെട്ടെന്ന് ഇതുപോലുള്ള എടുക്കാൻ പറ്റും. പക്ഷേ അത് അവർക്കും അതിൻ്റെ കോസ്റ്റ് ബിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ. ഇതിനകത്തിൽ ട്രംപ് മോഡി കൂടിക്കാഴ്ച അടുത്ത മാസം ഉണ്ടാകും. അണിയറയിൽ നീക്കങ്ങൾ സജീവം. ഇത് ആക്ച്വലി ഈ പറഞ്ഞ റോയിട്ടേഴ്സ് എന്ന് പറയുന്ന എന്താണ് പത്രമാധ്യമത്തിൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്യാണ് ഈ നമ്മുടെ മലയാളത്തിലെ ഈ പറഞ്ഞൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യ ആൻഡ് US ട്രൈങ് ടു അറേഞ്ച് എയർലി മീറ്റിംഗ് ബിറ്റ്വീൻ മോഡി ആൻഡ് ട്രംപ്, സോഴ്സസ്. അവരും പറയുന്നത് സോഴ്സസ് മറ്റ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുമായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അതനുസരിച്ച് ഫെബ്രുവരിയിൽ ചിലപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനകത്തിലെ ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങൾ ട്രേഡ്, അതുപോലെ തന്നെ വർക്കർ വിസ, ഏറ്റവും ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് മേഖലകളാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചില കൺസെഷൻസ്, ട്രേഡ് കൺസെഷൻസ് അല്ലെങ്കിൽ
ഇക്കണോമിക് കൺസെഷൻസ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടാകാം. ഇന്ത്യ വില്ലിംഗ് ടു ഓഫർ. പിന്നെ രണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു മീറ്റിംഗ് എയർലി ആയിട്ട് പെട്ടെന്ന് തന്നെ ട്രംപിൻ്റെയും മോഡിയുടെയും ഒരു മീറ്റിംഗ് കൂടിക്കാഴ്ച ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുവാൻ രണ്ട് വശങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്രജ്ഞർ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നികുതിയും വിസയും ചർച്ചയാകും. ഇത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതാണ് ട്രേഡ് ആൻഡ് വർക്കർ വിസ. ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ കുറിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായിട്ടും. ഈ കെട്ടിപ്പിടുത്തമൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു ഫോട്ടോ ഓപ്പാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് ഫിക്സ് ആയിട്ടില്ല. മീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും. കാരണം എന്തായാലും ട്രംപ് മോഡിയെ അറ്റ് ദി ഏർലിയസ്റ്റ് മീറ്റ് ചെയ്യും. ട്രംപ് തീർച്ചയായിട്ടും ചൈനീസ് പ്രസിഡന്റിനെ ഒരുപക്ഷെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള മീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോക നേതാക്കളുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ചകൾ അറ്റ് ദി ഏർലിയസ്റ്റ്, അദ്ദേഹം ഓഫീസിൽ വന്നതിന് ശേഷം അറ്റ് ദി ഏർലിയസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ട്രംപിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും, ഈസ് എ ഹാർഡ് കോർ ബാർഗെയിനർ, ഹാർഡ് കോർ ഒരു നെഗോഷിയേറ്ററാണ്. അപ്പം വളരെ ഓപ്പണായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി പിന്നെ ബാർഗെയിൻ ചെയ്ത് കേട്ടിട്ടുള്ള ഒരേ ഒരു പ്രസിഡന്റ് നമ്മുടെ ട്രംപാണ്. ട്രംപിൻ്റെ വീഡിയോകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് പഴയ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBSുമായിട്ട് ഉള്ള മീറ്റിങ്ങിൽ അദ്ദേഹം പബ്ലിക്കായിട്ട് തന്നെ, അതുപോലെ തന്നെ ഇമ്രാൻഖാനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ വളരെ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് അദ്ദേഹം ബാർഗൈൻ ചെയ്യുകയും നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു പ്രസിഡന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിതുവരെ അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അത് അവരുടെ വിഷയം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണോ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭരണ നേതാക്കളുടെയും ഭരണതന്ത്രജ്ഞരുടെയൊക്കെ ഉത്തരവാദിത്വം. അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ രണ്ട് ഹെഡ് ഓഫ് സ്റ്റേറ്റും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള വേദി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരിയോട് കൂടി ഈ രണ്ട് നേതാക്കളും പിന്നെ ഉള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാൻ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നയതന്ത്ര പ്രതിനിധികൾ ശ്രമം ആരംഭിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പണിംഗ് സെറമണിക്ക് അല്ലെങ്കിൽ ഇനാഗ്രേഷൻ സെറമണിക്ക് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പോയിട്ടുണ്ടായിരുന്നു, ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട്, ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട്. മോഡിക്ക് പോകാൻ സാധിച്ചില്ല, മോഡിയെ വിളിച്ചില്ലെന്നറിയില്ല, പക്ഷേ ജയശങ്കർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ട്രംപിൻ്റെ സെക്കൻഡ് റിട്ടേൺ ഇന്ത്യക്ക് പല രംഗങ്ങളിലും തലവേദനയാകും, അല്ലെങ്കിൽ തിരിച്ചടിയാകും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രസിഡന്റ് ട്രംപ് അമേരിക്കയെക്കാളിൽ കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ആയിരിക്കും ഈ ഒരു മീറ്റിംഗ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് ആവശ്യമായി വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ലെസർ പവർ എപ്പോഴും ഇന്ത്യയാണ്, ഇപ്പോഴും അല്ലേ. നമ്മളെല്ലാ പിന്നെ മാനദണ്ഡങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ലെസർ പവർ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു മീറ്റിംഗ് അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ ആവശ്യവും, പിന്നെ ആ ഉണ്ടാകാൻ പോകുന്ന ട്രംപിൻ്റെ പ്രസിഡൻസിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെ ഒഴിവാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള രാജ്യം അമേരിക്കയാണ്, ശക്തി കുറഞ്ഞ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഈ രണ്ടൊരു പാരാമീറ്റർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കാണുവാൻ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടുതൽ താല്പര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പം എത്രയും പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് സാധ്യമാകുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ, കാരണം നമുക്കറിയാം അറ്റ് ദ ഏർലിയസ്റ്റ് ഏത് കാര്യവും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതായിരിക്കുമല്ലോ ഇതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ നമുക്ക് പ്രയോജനകരമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ മീറ്റിംഗ് സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ പുണിറ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ഇന്ത്യക്ക് അത് അനുകൂലമാക്കി
ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിനകത്തിലൊരു വിലയിരുത്തലിൻ്റെ ഭാഗമാണ്. നമ്മുടെ നയതന്ത്രജ്ഞർ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനകത്തും പുറത്തുമുള്ള ആൾക്കാർ, ഗവൺമെൻറ്റിനകത്തുള്ള ആൾക്കാരാണ് നയതന്ത്രജ്ഞർ, പുറത്തുള്ള ആൾക്കാരാണ് നമ്മുടെ സ്ട്രാറ്റജിക് എക്സ്പേർട്സ് എന്ന് പറയുന്നത്. അത് പ്രൈവറ്റായിട്ടുള്ള നമ്മളുടെ സ്വകാര്യ തിങ്ക് ടാങ്ക്സ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ട്രാറ്റജിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എക്സ് ഡിപ്ലോമാറ്റ്സ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ വിലയിരുത്തുന്നത്. പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അറ്റ് ദി ഏർലിയസ്റ്റ് ഈ കൂടിക്കാഴ്ച നടക്കുന്നതാണ് ഇന്ത്യക്ക് പ്രയോജനകരം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ല, കാരണം ട്രേഡ് വളരെ ശക്തമായ ഇത് നടക്കുന്നുണ്ട്, അതിന് സംശയങ്ങളൊന്നുമില്ല. ഇപ്പം ട്രംപ് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ വിസയുടെ കാര്യത്തിലൊക്കെ പുള്ളി വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പോകാന്നുള്ളൊരു വാർത്തകൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ഹി ടുക്ക് ഓഫീസ്, ആഫ്റ്റർ ഹി ടുക്ക് ഓഫീസില്ലേ. അപ്പം ഇന്ത്യക്കത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം അങ്ങനൊരു ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം അമേരിക്കൻ നയതന്ത്ര ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ വാണിജ്യബന്ധം മാത്രമല്ല, കുടിയേറ്റ വിസകളുടെ കാര്യത്തിലും ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതിനൊരു അയവ് വരുത്തുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാത്ത രീതിയിലുള്ളൊരു അനുകൂലമായിട്ടുള്ള നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാൻ, കാരണം തീർച്ചയായിട്ടും അമേരിക്ക അങ്ങനൊരു നിലപാട് എടുക്കണമെങ്കിൽ ഇന്ത്യക്ക് ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തേ വരത്തുള്ളൂ. കാരണം ട്രംപ് നേരത്തെ മുതൽ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ട്രംപ് പറയുന്നത് ചൈന അല്ല, ചൈനയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ചൈനയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ടാരിഫിൻ്റെ ഭീഷണിയുള്ളത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നാണ്. അപ്പം പല മേഖലകളിലും ഇന്ത്യക്ക് ഈ പറഞ്ഞ ടാരിഫുകൾ കുറച്ചു കൊടുക്കാൻ അമേരിക്ക അന്ന് ട്രംപിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ തന്നെ ട്രംപ് ശക്തമായിട്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയും പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഇന്ത്യയെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് കുറേ സാക്രിഫൈസുകൾ ചെയ്താൽ മാത്രമേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ചില അയഞ്ഞ നിലപാടുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്ന, ടാരിഫ് ഈടാക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആണെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ ഒരു ടാർഗറ്റ് നേഷനാണ് ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ട്രംപിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ തന്നെ ട്രംപ് അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വളരെ ശക്തമായിട്ട് അതിനെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള നികുതി വർധനവ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അതിന് യാതൊരു കോംപ്രമൈസും ഉണ്ടാകത്തില്ല എന്ന് ട്രംപ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യക്കറിയാം. അപ്പം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില നടപടികൾ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വൻ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഇന്ത്യൻ നയതന്ത്രജ്ഞ അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എക്സ്പേർട്സ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് എക്സ്പേർട്സിന് നല്ല കൃത്യമായിട്ടറിയാം. ഇന്ത്യൻ ഗവൺമെൻറ്റിനകത്തും പുറത്തുള്ള ആൾക്കാർക്കാണല്ലോ. അപ്പം ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കണ്ട എന്നുള്ളൊരു താല്പര്യം രണ്ട് രാജ്യങ്ങൾക്കുണ്ട്. കാരണം ഇതൊരു കിഡ് പ്രോ കോ എന്ന് പറയുന്നത് പരസ്പര സഹകരണ സംഘമാണല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയെപ്പോലുള്ളൊരു ഗ്രോയിങ് എക്കോണമിയെ സംബന്ധിച്ച് അമേരിക്കൻ മാർക്കറ്റ്, യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് ആക്സസ് കിട്ടുക, നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റിനോ സർവീസിനോ ഒക്കെ മാർക്കറ്റ് ആക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസ്, അല്ലെങ്കിൽ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ടെക്നോളജിയുടെ പ്രോഡക്ട്സ്, അപ്പോൾ ഇതിനൊക്കെ അമേരിക്കൻ, യൂറോപ്യൻ യൂണിയനിലൊക്കെ മാർക്കറ്റ് ആക്സസ് കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ആക്സസ് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കാരണം ക്വാളിറ്റി വൈസാണ് നമുക്ക്, ഇപ്പോൾ നമുക്കറിയാം ഇവിടുന്നൊരു തുണി ഗാർമെൻറ്റ് ഐറ്റം നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കണമെങ്കിൽ വളരെയധികം സ്റ്റാൻഡേർഡ്, വളരെ അധികം ക്വാളിറ്റി കൺട്രോളുകൾ മാത്രം നമ്മൾ കടന്നുപോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് അവരുടെ മാർക്കറ്റിൽ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് ആക്സസ് കിട്ടത്തുള്ളൂ. അവരുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ, നമ്മളെപ്പോലുള്ളൊരു രാജ്യത്തിൻ്റെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന അല്ലെങ്കിൽ ആക്സസ് കിട്ടുന്നതിനേക്കാളും വളരെ പ്രയാസകരമാണ് നമ്മളെപ്പോലുള്ളൊരു രാജ്യത്തിൻ്റെ പ്രോഡക്ട്സ്, സർവീസ് അവരുടെ മാർക്കറ്റിൽ, വിപണിയിൽ മാർക്കറ്റ് ആക്സസ് കിട്ടുക എന്നുള്ളത്. കാരണം നമ്മളെക്കാളും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ്, ലോസ്, അല്ലെങ്കിൽ കൺസ്യൂമർ
പാറ്റേൺസ്, ടേസ്റ്റ്, ഫാഷൻസ് ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയായാലും വെസ്റ്റേൺ യൂറോപ്യൻ നേഷൻസിൻ്റെ, യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റൊക്കെ നടന്നത്. നമുക്കറിയാം, നമ്മൾ പല കാലഘട്ടത്തിലും നമ്മൾ കാണുന്നതാണ് അവർ അവരുടെ നിയമങ്ങൾ ഈ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഏതെങ്കിലും ഒരു നിയമ പരിപാടി അല്ലെങ്കിൽ വാണിജ്യ നയം അവർ എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതിനെ തിരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുകൾ നമുക്ക് ലഭിക്കുക, ഉള്ള മാർക്കറ്റിനെ നിലനിർത്തുക, ആ മാർക്കറ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റിനും സർവീസിനും. അപ്പം അങ്ങനെ നമുക്കൊരു പ്രിയോറിറ്റി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്കത് പ്രതികൂലമാക്കി മാറ്റിയെടുക്കുവാൻ പ്രതികൂലമായിട്ട് മാറുകയോ ചെയ്യുകയാണെങ്കിൽ അത് വൻ തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഗ്രോയിങ് എക്കോണമി എന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണാധികാരിയും ഭരണവർഗവും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റും നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ പ്രശ്നത്തെ ലഘൂകരിക്കാതെ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാതെ ഇതിനെ തീർച്ചയായിട്ടും ഒരു പ്രിയോറിറ്റി ബേസിൽ തന്നെ കണ്ട് അവരുടെ ഭരണ നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തി പരസ്പരം രണ്ട് രാജ്യങ്ങൾക്കും ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയങ്ങളെ കൊണ്ടുപോകുക അല്ലെങ്കിൽ പോളിസീസിനെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തിലെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിങ്ങിന് തയ്യാറാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം കുടിയേറ്റക്കാരുടെ വിസകളുടെ കാര്യത്തിൽ അമേരിക്ക കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ ഇന്ത്യ അത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഈ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ടെക്നോളജിയിലുള്ള സഹകരണം. എസ് ജയശങ്കറാണ് പങ്കെടുത്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിന് തുല്യമായിട്ടുള്ളതാണ് അവിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. അവരെല്ലാം സെക്രട്ടറീസ് ആണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം സെക്രട്ടറീസാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സെക്രട്ടറി ഓഫ് ഡിഫൻസ്, ഇല്ലേ, സെക്രട്ടറി ഓഫ് ട്രഷറി, അങ്ങനെയുള്ള പലതരം എല്ലാം സെക്രട്ടറീസാണ്. മിനിസ്റ്റർ അവിടെ ഇല്ല. നമ്മളെ ഉപയോഗിക്കുന്ന മിനിസ്റ്റർ എന്നുള്ള പദം അവർക്കില്ല. അവരെല്ലാം സെക്രട്ടറീസാണ്. അപ്പം പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പം ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉച്ചകോടി, സമ്മിറ്റ് എന്നൊക്കെ പറയും. ഉച്ചകോടി എന്ന് പറയുമ്പോൾ ഏറ്റവും തലപ്പത്തുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിംഗാണ് ഉച്ചകോടി എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഒരു നേതാക്കൾ തമ്മിലുള്ള അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് തമ്മിലുള്ള മീറ്റിങ്ങിനെ ഉച്ചകോടി നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള മീറ്റിംഗ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും, അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഇവർ തമ്മിലുള്ള മീറ്റിംഗാണ് നമുക്ക് ഉച്ചകോടി, സമ്മിറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഈ രണ്ട് ഹെഡ് ഓഫ് സ്റ്റേറ്റുമായിട്ട് രണ്ട് രാജ്യങ്ങളുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകണം. അത് രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനകരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജി, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സഹകരണം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും ആ സഹകരണം കൂടുതൽ വ്യാപകമാക്കുവാനും ഉള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും അതിനകത്തിൽ ഇതിൽ അഭിപ്രായമൊന്നുമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായിട്ട് ഈ പറഞ്ഞ മേഖലയിൽ, പ്രത്യേകിച്ച് പ്രതിരോധം, സെക്യൂരിറ്റി, സുരക്ഷാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബന്ധം ഇന്ത്യയായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ചൈന ഫാക്ടർ അതിൻ്റെ നമ്പർ 1 ഒരു കാരണമാണ്. അപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള IT പ്രൊഫഷണൽസ് തീർച്ചയായിട്ടും വൻതോതിൽ അമേരിക്കയുടെ H-1B വിസയിൽ എത്തുന്നവരായിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒഴിവാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. വിസയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, കുടിയേറ്റ കാര്യങ്ങളിൽ. അപ്പം വിസ നിയമങ്ങൾ സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്കകൾ ജയശങ്കർ മാർക്കോമെ റൂബിയോ പങ്കുവച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അദ്ദേഹം ഡിക്ലെയർ ചെയ്തു ഓൾറെഡി. അപ്പം അത് വെട്ടിക്കുറച്ചാലോ അല്ലെങ്കിൽ നിർത്തലാക്കിയാലോ ഒക്കെ ഇന്ത്യക്ക് വൻതോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഇവിടെ സിഗ്നൽ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം മോഡിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ
തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ 2020 ഫെബ്രുവരിയിലാണ് ട്രംപ് ഇവിടെ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. നമുക്കറിയാം, ഗുജറാത്തിൽ. അപ്പം അന്ന് അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണത്തിൽ 1,00,000 പേരാണ് പങ്കെടുത്തതെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടാണ് നമ്മൾ. അപ്പം അത് ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല തരത്തിലുള്ള ആൾക്കാർ ഈ സന്തോഷിക്കുന്നത് പോലെ ട്രംപ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കെല്ലാം അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്ക് യാതൊരു രീതിയിലുള്ള പരിക്കുകളും പറ്റത്തില്ല, ട്രംപ് പൂർണ്ണമായിട്ടും മറ്റു രാജ്യങ്ങളെല്ലാം കൈയൊഴിഞ്ഞിട്ട് 100% ഇന്ത്യയുടെ കൂടെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് നമുക്ക് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കാരണം അമേരിക്ക ഒരു പവർഫുൾ നേഷനാണ്, സൂപ്പർ പവറാണ്. അമേരിക്കയാണ് ലോക പോലീസ് സൂപ്പർ കോപ്പ് അല്ലെങ്കിൽ വേൾഡ് പോലീസ്. അവരിപ്പോഴും ലോകത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള നയങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിയോറിറ്റീസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള തന്ത്രങ്ങളുണ്ട്, അപ്പം അവരുടേതായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. അതൊരു ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല, അതൊരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അപ്പോൾ ട്രംപ് ആയാലും ബൈഡൻ ആയാലും റിപ്പബ്ലിക്കൻ പാർട്ടി ആയാലും ഡെമോക്രാറ്റിക് പാർട്ടി ആയാലും അവരുടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ സംബന്ധിച്ചുള്ള അവരുടെ നയപരിപാടികൾക്ക് വലിയ വ്യതിയാനങ്ങളൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ ചില സൂപ്പർഫിഷ്യലായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ നമുക്ക്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നടന്നത്. അപ്പം ഇത് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. റോയിട്ടേഴ്സ് മറ്റ് ഈ ക്രെഡിബിൾ ആയിട്ടുള്ള ചില സോഴ്സിൽ നിന്നും അവർക്ക് കിട്ടിയ ചില റിപ്പോർട്ട് അനുസരിച്ചാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഫെബ്രുവരിയിൽ മീറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു സർട്ടൻറ്റി അല്ലെങ്കിൽ ഉറപ്പൊന്നുമില്ല. അപ്പം ഈ വർഷത്തിൻ്റെ അവസാനം ഏകദേശം 2025 വർഷാവസാനം ക്വാഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ക്വാഡിനകത്തിൽ ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാനുണ്ട്, ഇന്ത്യ ഉണ്ട്, US ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് നമ്മളൊരു മീറ്റിംഗ് എന്നൊക്കെ ആണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഈ US പ്രോഡക്ട്സിന് ഏറ്റവും കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുന്ന രാജ്യം ഇന്ത്യ ആണെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചും വലിയൊരു വിഷയമാണ്. അപ്പം അവർക്ക് കൂടുതൽ ട്രേഡ്, ഇന്ത്യക്കെതിരെയുള്ള ട്രേഡ് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ട്രേഡ് കൂട്ടാനൊക്കെ അത് സഹായകരമാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അത് ഇന്ത്യയുടെ വാണിജ്യ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ ഇപ്പം വളർച്ചയുടെ പാതയിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അങ്ങനെ ഈ പൂർണ്ണമായിട്ടും അതിനെ ഒരു 100% അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിച്ച് കൂടുതൽ ഫേവേഴ്സ്, ഇപ്പം മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് ഒക്കെയാണ് അമേരിക്കയുടെ ഭാഗത്ത്. MFN അത് അവർ ചില രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത്. അതായത് ചില രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾക്കാണ് അവരെ ഈ MFN സ്റ്റേറ്റസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക, ടെക്നോളജി കിട്ടുക എന്നൊക്കെയുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന്. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ US ഇൻവെസ്റ്റ്മെന്റും US ടെക്നോളജി ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് റെസിപ്രോക്കേറ്റ് ചെയ്ത് ചില ഫേവേഴ്സ് അമേരിക്ക ചെയ്ത് കൊടുക്കണം. അത് ഈ പറഞ്ഞ ടാരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യ ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ മീറ്റിംഗ് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഉറപ്പൊന്നും ഇതുവരെയായിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും പെട്ടെന്ന് ട്രംപുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുവാൻ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, പവർ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം, അമേരിക്കയേക്കാൾ കൂടുതൽ എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹാനി വരാത്ത രീതിയിൽ
മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയപരിപാടികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ട്രേഡ്, ഫോറിൻ പോളിസി, ഇക്കണോമിക് പോളിസീസ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും സ്റ്റേബിളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും സ്റ്റേബിളായിട്ടുള്ള എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ പോലുള്ള രാജ്യമല്ല, അല്ലെങ്കിൽ അതുപോലുള്ളൊരു രാജ്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേബിളായിട്ടുള്ള രാജ്യം, ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ, അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് സ്റ്റേബിളായിട്ടുള്ള രാജ്യം എന്ന രീതിയിൽ നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള ഉടക്കമുണ്ടാകാതെ ബന്ധങ്ങൾ മോശമാകാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞാണിന്മേൽ കളിയാണല്ലോ, ഒരു ബാലൻസിങ് ആക്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അത് ഭരണത്തിലിരിക്കുന്ന ഭരണ നേതാക്കളുടെയും അതുപോലെ തന്നെ അവരെ പിന്നെ അഡ്വൈസ് ചെയ്യുന്ന നയതന്ത്രജ്ഞരുടെയൊക്കെ ബുദ്ധിയും സാമർഥ്യവും കഴിവിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കറിയാം, അമേരിക്ക നമ്മളെക്കാളിലും ഒക്കെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളിലും ഏറ്റവും കൂടുതൽ എല്ലാ മേഖലകളിലും അവരുടെ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ, ഡിപ്ലോമാറ്റിക്, ഇക്കണോമിക് പോളിസി, ഫോറിൻ പോളിസി, ഇല്ലേ, ഡിഫൻസ്, സെക്യൂരിറ്റി, ഇൻ്റലിജൻസ്, ഇതൊക്കെ തന്നെ വളരെ നമ്മളെക്കാളൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന, വളരെ വ്യത്യാസമുള്ള, നമ്മളെക്കാളിലൊക്കെ വളരെ വ്യത്യാസമുള്ള അല്ലെങ്കിൽ വളരെ ഉയർത്തി നിൽക്കുന്ന രാജ്യമായിട്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നെഗോഷിയേറ്റിംഗ് പവറും ബാർഗനിങ് പവറും ഡിപ്ലോമാറ്റിക് പവറും ഇക്കണോമിക് പവറും ഇൻ്റലിജൻസ് പവറും സെക്യൂരിറ്റി, മിലിറ്ററി, ഡിഫൻസ് പവറും എല്ലാം അവർക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള രാജ്യത്തിന് എത്രത്തോളം അവരുടെ മുമ്പിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു രാജ്യമായി നമുക്ക് ടോട്ടലി സക്സസ്ഫുൾ ആയിട്ടുള്ള ബാർഗെയിൻ, നെഗോഷിയേഷൻ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ തന്നെയും നമുക്ക് വലിയ പരിക്കുകളില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളെ അല്പം കൂടെയൊക്കെ അയവ് വരുന്ന രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നയങ്ങളെ രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കത്തക്ക രീതിയിലുള്ളൊരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ട്രംപിൻ്റെ ത്രെട്ടിനെ നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഇതിനകത്തിൽ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായമൊന്നും പറയാൻ ഞാൻ ആളല്ല. നമുക്ക് വരുന്ന റിപ്പോർട്ടിനെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു കൺക്ലൂഷനിലേക്ക് എനിക്ക് മറ്റു ആൾക്കാർ പറയുന്നത് പോലെ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിത്തീരത്തുള്ളൂ, അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു 100% സെർട്ടനിറ്റിയോട് കൂടി പറയാനൊന്നും ഞാൻ ആളല്ല. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ വിഷയങ്ങൾ എന്താണോ അതിൻ്റെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മളെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അമേരിക്കയോട് ഉള്ള പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിബിൾ ആയിട്ടുള്ള ചില സൂചനകൾ എന്താണോ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ല മറ്റ് ചാനലിലുള്ള ആൾക്കാർ പറയുന്ന തൊട്ട് നമുക്ക് ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ, കാരണം പലരും പല ബ്ലണ്ടേഴ്സ് അല്ലെങ്കിൽ ഗുണ്ടടിച്ചു വിടുന്നതായിട്ട് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അതുപോലൊന്നും പറയുന്നത് എനിക്ക് താല്പര്യമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ മിനിമമായിട്ട് നമുക്ക് പറയാം. വരുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണുകയും അതിനെ ആ രീതിയിൽ നമുക്ക് അവലോകനം ചെയ്യുക, അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റ് ടോപ്പിക്ക് നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ പിയേഴ്സ്, ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ടോക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു സബ്ജക്റ്റ് മാറ്റർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.